അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ ഓപ്പറേഷൻ ഇങ്ങനെ നടക്കുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ചെറിയ ഒന്ന് അതിനൊന്ന് വ്യത്യാസം രൂപത്തിൽ ഞാൻ പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ മൈക്കെടുത്തത്. ഇവരുടെ ഒരു യഥാർത്ഥ മുഖം എന്താണ്? ഇതിപ്പം എന്തെങ്കിലും ഒന്ന് പറയാ പൊന്മുള ഉസ്താദിന്റെ മേലിൽ വെച്ച് കെട്ടുക. ഇവിടെ പോലീസും ഇവരൊക്കെ പറഞ്ഞൊരു സംഭവം ഇവിടെ നാട്ടിൽ ഇപ്പം അടുത്ത ദിവസം നടന്നേ, ഈ നാദാപുരത്തിനടുത്ത് ഇപ്പം അടുത്ത നടന്ന ഇന്നലത്തെ മാതൃഭൂമിയിലുണ്ടായിരുന്ന സംഭവം എന്താണ്? അവരെന്നെ പോസ്റ്റർ ഒട്ടിക്കാം, അവരുടെ പോസ്റ്റർ അവർ ഒട്ടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അവർ തന്നെ പോയി കീറുക, എന്നിട്ട് ആ കീറിയും തന്നെ മുദ്രാവാക്യം ഉണ്ടാക്കി കൊടുക്കുക. മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ഗീബൽസിന്റെ എന്തെങ്കിലും പോലും അത്ര ഇതുണ്ടാവില്ല. എന്നുവെച്ചാൽ ഇവിടുത്തെ കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാർ പോലും അത്ര തരം താഴ്ന്നിട്ടില്ല. അതിനേക്കാൾ തരം താഴ്ന്ന രൂപത്തിൽ മുദ്രാവാക്യം ഉണ്ടാക്കുക, എന്നിട്ട് അങ്ങാടിയിലൂടെ പ്രകടനം നടത്തുക. അങ്ങനെ പ്രകടനം നടത്തി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഓക്കെ, പലരും ടെസ്റ്റിലൂടെ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് മറുപടി പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവര് തന്നെ എന്ത് ചെയ്യുക, കീറിയ ആള് തന്നെ മുദ്രാവാക്യം എഴുതി കൊടുക്കുക. എന്തെന്ന് മുദ്രാവാക്യം? വളരെ അത് ഇവിടെ പറയാൻ പറ്റൂല, കേൾപ്പിക്കാനും പറ്റൂല. എൻ്റെ കയ്യിൽ അതിന്റെ റെക്കോർഡുണ്ട്. എന്നുവെച്ചാൽ കേരളത്തിൽ അങ്ങനത്തെ ഒരു രാഷ്ട്രീയക്കാര് പോലും ആ വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് മുദ്രാവാക്യം പ്രകടനം നടത്തിയിട്ടുണ്ടാവില്ല. അതിനേക്കാൾ മോശമായ രീതിയിൽ ആണ് നടക്കുക. എന്നിട്ടോ പിറ്റേ ദിവസം കാത്തിരുന്നു കൊണ്ട് ആരാണ് പോസ്റ്റർ കീറുന്നതെന്ന് നോക്കിയപ്പം വരുന്നത് ആരാണ്? ഇവരെ കൂട്ടത്തിൽ തന്നെ ആളുകൾ തന്നെ. ഈ മുദ്രാവാക്യം എഴുതി കൊടുത്തവൻ തന്നെ പോസ്റ്റർ കീറാൻ പിറ്റേ ദിവസം വരികയാണ്, അവരുടെ പോസ്റ്റർ തന്നെ. എന്നിട്ടല്ലേ പിറ്റേ ദിവസം അവർക്ക് എന്ത് ചെയ്യും? SSF-കാരനെതിരെ അവർക്ക് പ്രകടനം നടത്താൻ കഴിയും. അപ്പോൾ തന്നെ പോലീസിന് വിവരം കൊടുത്തു. പോലീസ് പിടിച്ചിട്ട് അവനോട് ചോദിച്ചു നോക്കുമ്പോൾ അവൻ ഇതേ വിഭാഗത്തിൽപ്പെട്ട ആൾ തന്നെ. പോസ്റ്റർ ഒട്ടിച്ച അതേ വിഭാഗം തന്നെ, അവൻ തന്നെ പോസ്റ്റർ ഒട്ടിക്കുക, എന്നിട്ട് അവൻ തന്നെ മുദ്രാവാക്യം എഴുതി കൊടുക്കുക. എന്നിട്ടോ SSF-കാരനെതിരെ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ അനുയായികൾക്കെതിരെ, പേരോട് ഉസ്താദിനെതിരെ, കാന്തപുരം ഉസ്താദിനെതിരെ പച്ചത്തെറി എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയക്കാർ പോലും അതിൽ അത്ര മോശമായി പറയൂല. ആ രൂപത്തിൽ പ്രകടനം നടത്താം. ഇതാണ് ഇവരുടെ അവസ്ഥ. ഇത് ഒന്നും രണ്ടല്ല, ഇതിപ്പം അവരുടെ റൂമിൽ വെച്ചുകൊണ്ട് എന്തോ പറഞ്ഞതല്ലേ. അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്ത് വിഷയവും ഇതേപോലെ പച്ചക്കള്ളം ആരോപിക്കുക, അതിന് കുറെ തെളിവുകൾ ഉണ്ടാക്കുക, അത് പറയുക, എന്നിട്ട് അവസാനം നമ്മൾ ചോദ്യം ചെയ്യുമ്പോഴോ അന്നേരം ഒന്നും ഉണ്ടാകുകയില്ല. ഇതാണ് ഇവരുടെ അവസ്ഥ. അതുകൊണ്ട് മാതൃഭൂമി റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അയച്ചത് ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. അതിന്റെ അതേപോലെ തന്നെ മറ്റേത് ആർക്കും അങ്ങനെ അയച്ചൊന്നുമില്ല. അത്രയും മോശമാണ് ആ പ്രകടനത്തിലുള്ള വാക്കുകൾ, അതിലുള്ള തെറികൾ അത്രയും മോശമാണ്, ഒരാളെ കേൾപ്പിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോൾ അത് ആർക്കും അയച്ചു തരൂല. എന്നിരുന്നാലും വളരെ അത്യാവശ്യം എന്ന് പറയുന്നവർക്ക് വേണമെങ്കിൽ, അത്യാവശ്യമായ ഏതെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാം. അത് വേറെ വിഷയം. ഇൻഷാ അല്ലാഹ് ഇതാണ് ഇവരുടെ അവസ്ഥ. അത് പറയാൻ വേണ്ടി മാത്രമേ ഞാൻ മൈക്കെടുത്തത്. ഇൻഷാ അല്ലാഹ് മറ്റേ വിഷയം ഈ ചർച്ചയിലേക്ക് തന്നെ, ഈ ഓപ്പറേഷനത്തിലേക്ക് തന്നെ കടക്കുക. വെറും ഇങ്ങനെ ഓപ്പറേഷൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു മാറ്റം വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ മൈക്ക് വിട്ടത്. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യും.